സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ്. മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കനറ ബാങ്കിന് മുൻവശം, ചേലക്കര. വ്യതിയാനമില്ലാത്ത ആദർശത്തിലൂടെ വ്യതിചലിക്കാത്ത സംഘശക്തിയുമായി സമസ്ത മുള്ളൂർക്കര റേഞ്ച് സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമായ ജൂൺ 26-ന് കേന്ദ്ര മുശാവറയുടെ തീരുമാനപ്രകാരം റേഞ്ചുകളിൽ നടത്തുന്ന സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി മുള്ളൂർക്കര റേഞ്ച് സംഘടിപ്പിച്ച സംഗമം പതാക ഉയർത്തിക്കൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം.പി. കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഇത് വളരെയേറെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിലവിലാണ് കേരളക്കരയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളും വിശ്വാസികളും ഒരുമിച്ച് കൂടിയാണ്. നമുക്കെല്ലാം ശുദ്ധമായ ദീനിൻ്റെ ഈമാനിക ആവേശം പകർന്നു നൽകുന്നതിന് വേണ്ടി 98 വർഷം മുമ്പ് സ്ഥാപിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സഭ, അതിൻ്റെ സ്ഥാപക ദിനമാണ് ജൂൺ 26 ഇന്ന് നമ്മളിവിടെ പതാക ഉയർത്തിക്കൊണ്ട് ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇതിന് നേതൃത്വം നൽകി സ്ഥാപിതമായ പായൽ അവരുസിയാർ ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട് പിന്നെ ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാരുടെയും സാധാർത്ഥികളുടെയും നേതൃത്വത്തോടു കൂടിയാണ് ഇന്ന് സമസ്ത ഈ കാണുന്ന ഏറ്റവും വലിയ വളർച്ചയെ എത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ തികച്ചും മാറ്റപ്പെടാൻ കഴിയാത്ത സമസ്തയുടെ നിർദ്ദേശകന്മാരും ഉപദേശകന്മാരും സമസ്ത സാന്നിധ്യം കൊണ്ട് ആഗ്രഹിക്കുന്നവരുമായ പാണക്കാട്ട് സാധാർത്ഥികളുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ നട്ടു വളർത്തിയ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെയാണ് സമസ്ത അതിൻ്റെ എല്ലാ വിദ്യകളും കൈവരിച്ചിരിക്കുന്നത്. ഇത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മുസ്ലിംമാരുടെ വിശ്വാസികളുടെയും മാത്രമല്ല, ഈ നാടിൻ്റെ നന്മയും നാടിൻ്റെ സൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ നാടിന് മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു സാമ്പ്രദായിക ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമി സമസ്തയെക്കുറിച്ചുള്ള പ്രഭാഷണവും മുൻകാലങ്ങളിൽ സമസ്തയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന മൺമറഞ്ഞ പണ്ഡിതന്മാരെയും മാനേജ്മെന്റ് ഭാരവാഹികളെയും പ്രത്യേകം സ്മരിക്കുകയും പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തു. സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ഭാരവാഹികളായ CA സുലൈമാൻ മുസ്ലിയാർ, PM ഷാഹുൽ ഹമീദ് അൽ ഖസീമി, KA ഹംസക്കുട്ടി മൗലവി, MM സിദ്ദിഖ് മൗലവി, മുഹമ്മദ് ഹാജി, PV അലി, ഡോക്ടർ CH ബഷീർ, അഹമ്മദ് ബുർഹാനി, PK മൂസ, KM ഉസ്മാൻ മുസ്ലിയാർ, സയ്യിദ് VP ഷാഹിദ് കോയ തങ്ങൾ, VM ഷമീർ, മുള്ളൂർക്കര റേഞ്ച് ജനറൽ സെക്രട്ടറി BAM അജ്മൽ ബാഗവി, ജോയിന്റ് സെക്രട്ടറി TH ഉമ്മർ ദാരിമി തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. നമുക്കറിയാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞൊരു വാക്യം വൽആഖിബത്തു ലിൽമുത്തഖീൻ വളരെയധികം നാം ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു ആയത്തിൻ്റെ ഒരു അവസാന ഭാഗമാണ്. അവസാന ഗുണം എന്ന് പറയുന്നത് മുത്തഖീങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തഖ്വയുള്ളവർക്കാണ് അത് അവകാശപ്പെടാൻ പറ്റുക എന്ന്. എന്താണ് ഈ തഖ്വ എന്ന് പറയുന്നത്? അൽ ഖൗഫു അനിൽ ജലീൽ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭയവും അല്ലാഹുവിനുള്ള ആ വിശ്വാസങ്ങളും അതുപോലെ തന്നെ റബ്ബിൻ്റെ നേരായ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മുൻകഴിഞ്ഞ ആലിമ്യങ്ങൾ പടുത്തുയർത്തിയ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ അസീസ് അവരുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് പടുത്തുയർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ വർക്കത്താക്കപ്പെട്ട മഹത്തായ സംഘടന ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് ഇന്നതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു സംഘടനയ്ക്ക് വേണ്ടിയോ ആര് പ്രവർത്തിക്കുകയാണെങ്കിലും
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കബൂൽ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, അടുത്ത് മരണപ്പെട്ട SKSTVയുടെ ഒരു പ്രവർത്തകൻ, ചെറിയൊരു കുട്ടി, അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ മിനിയങ്ങൾ, അതിന് നേതൃത്വം കൊടുത്ത പാണക്കാട് സാദാത്യങ്ങൾ, അതുപോലെ സംസ്ഥയുടെ മറ്റു ആലിമ്യങ്ങളൊക്കെ. ഇത്ര വലിയൊരു ഭാഗ്യം ആ കുട്ടിക്ക് ലഭിക്കാനുള്ള കാരണം ആ കുട്ടി സംസ്ഥയുടെ ഏറ്റവും കീഴ്ഘടകമായ SKSTV എന്ന് പറയുന്ന മഹത്തായ സംഘടനയിൽ പ്രവർത്തിച്ചു എന്നൊരു കാരണം കൊണ്ടാണ്. ഒരു മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ജനാസയിൽ ആളുകൂടുക എന്നുള്ളത്, മയ്യത്ത് നിസ്കാരത്തിൽ ആളുകൂടുക എന്നുള്ളത് ഷഫാഅത്തിന് ബന്ധപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക് CCV.